പുതിയ കേരളം, പുതിയ വായന, പുതിയ മനോരമ. മാറ്റത്തിന്റെ രുചി അറിഞ്ഞു വായിക്കാം നമ്മുടെ സ്വന്തം മലയാള മനോരമ. ഹലോ, ആരാ? SH വർമ്മ. ഷവർമ? ഷവർമ്മയല്ല, SH വർമ്മ. എന്താണ് താങ്കളുടെ പേര്? ശാന്തശീലൻ. പേര് പോലെ തന്നെ ശാന്തനാണല്ലേ? അതെങ്ങനെ മനസ്സിലായി? ആട്ടി തന്നപ്പോ തന്നെ മനസ്സിലായി. പത്രം വായിക്കുകയാണോ? അല്ല, പത്രം അച്ചടിക്കല. അച്ചടിച്ചു കഴിഞ്ഞാൽ ഒന്ന് തരുമോ? ഓ, ഈ ബാഗ് ഒന്ന് പിടിക്കൂ. ഞാൻ പിടിക്കണോ? മാവേലിക്ക് പോകാൻ വേണ്ടി വന്നതായിരിക്കും. എനിക്ക് പോകാൻ വേണ്ടി വന്നതാ. ഓ മൈ ഗോഡ്, എന്താ എന്ത് പൊടിയാടോ ഇത്? പൊടിയുണ്ടാവും, റെയിൽവേ അല്ലേ? കംപ്ലീറ്റ് വൃത്തികേട്. ഞാൻ വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര സംഭവം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാല് ഇതിങ്ങനെ ചുരുട്ടി കംപ്ലീറ്റ് തുടച്ചിട്ട് കളയണം. പൈസ കൊടുത്ത് മേടിച്ച പത്രം അത്. ഇവിടെ പത്രം പോയിട്ട് വൃത്തി വരട്ടെ. ഇപ്പൊ പത്രവും ഇല്ല, വൃത്തിയും ഇല്ലാണ്ടായി. ശാന്തനായ മനുഷ്യൻ. ഹലോ, പാവം. എന്താ മോളു? നല്ല വേണ്ട വേണ്ട, നിശബ്ദതയാണ്. നിന്നോട് പറഞ്ഞ വേണ്ടത്. ഇരിക്കടാ. ശരി മോളു. ആരാണ് അത്? ഭാര്യ വിളിച്ചതാ. അവള് പിണങ്ങി അവളുടെ വീട്ടിലേക്ക് പോയി. ഇപ്പൊ തിരിച്ചു വരട്ടേന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ തന്നെ നിന്നാ മതി, ഡൈവോഴ്സ് മതി. താങ്കൾ എങ്ങനെയാണ് കല്യാണം കഴിച്ചത്? ഞങ്ങള് താലി കെട്ടിയിട്ട്. അതല്ല, പ്രേമിച്ചിട്ടാണോ കല്യാണം കഴിച്ചത്? 6 മാസക്കാലം ഞാനും അവളും പ്രേമിച്ചിട്ടാ കല്യാണം കഴിച്ചത്. 6 മാസം പ്രേമിച്ചിട്ട് തനിക്ക് അവളുടെ സ്വഭാവം പിടികിട്ടിയില്ല? അല്ല, ട്രെയിലർ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നല്ല പടമായിരിക്കും. പടം ഇറങ്ങി ഓടി തുടങ്ങുമ്പോ ഇത് പൊളിഞ്ഞ പടാന്ന് മനസ്സിലായി. പൊളിഞ്ഞ പടമാണെന്ന് അവളോട് പറയാറുന്നില്ലേ? അത് പറഞ്ഞു. അപ്പൊ അവള് പറയാ നായകൻ കോണില്ലെങ്കിൽ പടം പൊളിയും. നായകൻ താനല്ലേ? അതെ. പിന്നെ എങ്ങനെ പൊളിയാണ്ടിരിക്കും? സാറേ, ഒരു പുഴു. അത് പുഴുവല്ലേ, അതങ്ങോട്ട് ഇരുന്നോട്ടെ. അല്ല, ചൊറിയൂ. അത് പ്രശ്നമില്ലെന്നേ. ജീവികൾക്ക് ജീവിക്കാൻ അനുവാദം കൊടുക്കൂ ശാന്ത. കൊടുത്തു. ഇന്നലെ വൈകിട്ടേ ആ മരത്തിന്റെ ചോട്ടിലാ കിടന്നുറങ്ങിയത്. സാറെന്താ കൊരങ്ങനെ ഈ മരത്തിന്റെ ചോട്ടിലൊക്കെ കിടന്നുറങ്ങി? എവിടെയെങ്കിലും ഒന്ന് കിടക്കണ്ടേ? കിടപ്പിലാകാതിരുന്നാ മതി. അതെ, ആ ബാഗിനകത്ത് ചായ ഇരിപ്പുണ്ടാവും. അപ്പൊ സെറ്റപ്പ് ആണ്. ഫുള്ള് സെറ്റപ്പാണ്. ചായ വേണോ? കുറച്ച് മതി. ചായ വേണോ? കുറച്ച്. ചായ വേണോ? വേണ്ട. താങ്കൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ടോ? ഇല്ല, ഞാൻ വിശക്കുമ്പോ സൈക്കിൾ പമ്പറത്ത് കാറ്റടിച്ച് കയറ്റും. എന്റെ സാറേ, മേശപ്പുറത്ത് എന്ത് കണ്ടോ ഞാനത് കഴിക്കും. ചുമ്മാ ആഹാരം കഴിച്ചിട്ട് കാര്യമില്ല. ഫ്രൂട്ട്സ് കഴിക്കുക. ഫ്രൂട്ട്സ് കൂടുതലായിട്ട് തൊലി അടക്കം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിറ്റാമിൻസ് കിട്ടും. തൊലിയിലെ ഈ സാധനം വിറ്റാമിൻസ് ഉള്ളത്. ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാ? ചക്ക. ചക്ക തന്നെ. ഇയാൾ എന്താ പശു? എന്നിങ്ങനെ കളിയാക്കുന്നത്? അതെ, അതിന്റെ അകത്തൊരു ഫ്രൂട്ട് ഉണ്ട്. ചക്കയുണ്ടാ? ചക്കയല്ല, വേറൊരു ഫ്രൂട്ട്. പഴം വേണോ? വേണ്ട. തരൂല. അറിയാം. എന്ത് പണിയാ സാറേ കാണിച്ചേ? വിറ്റാമിൻ ഇങ്ങനെ കളയാൻ പറ്റുവാ? എടോ, പശു തിന്നോളും. പശുവിന്റെ തീറ്റ കാണുന്നുണ്ടല്ലോ. വല്ലാതെ ചൊറിയുന്നു. ചില പഴം ചൊറിയും. അതല്ല, എന്നെ വല്ലാതെ സാറിപ്പോ എന്നെയാ ചൊറിയുന്നത്. തന്നെ ചൊറിയുന്നു? സാറിന് ചൊറിയുന്നുണ്ടാ? ചൊറിയുന്നോ? ഒരു കാര്യം ചെയ്യ്, ആ ഷർട്ട് അയക്ക്. ഷർട്ട് അയക്ക്. എടാ, മാന്യന്മാര് ഷർട്ട് അയക്കില്ല. എന്റെ സാറ് എന്തെങ്കിലും പടി പാടും. ഷർട്ട് അയക്ക്. ഷർട്ട് അയക്കണം. വല്ലാതെ ചൊറിയുന്നോ? എന്താ സാറേ ഇത്? പുഴു മൊത്തം തിന്നല്ലോ. എടോ, ഇപ്പൊ കുളം കിട്ടുവോ? സാറ് മീൻ പിടിക്കാൻ പോക്കാ? അല്ല, കുളത്തിലൊന്ന് ഇറങ്ങി ചാടി ഒന്ന് കുളിക്കാനാ. അങ്ങനെ അവിടെ റെയിൽവേ കുളം ഉണ്ട്. റെയിൽവേ കുളം. റെയിൽവേ. ഞാനൊന്ന് അങ്ങോട്ട് പോകാം. എന്റെ എന്താടോ? ഞാനും കൂടെ വരട്ടെ. ഞാൻ ഊട്ടിക്ക് ടൂറിന് പോകുന്നതല്ല. അല്ല, അപ്പൊ ബാഗ് വേണ്ട. ഈടെ ചൊറിച്ചിൽ നിന്ന് ബാഗടോ. അയ്യോ.